ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന ക്രിപ്റ്റോ പ്രോജക്റ്റിൻ്റെ മൈനിങ് സർവീസ് ബോട്ട് ടെലഗ്രാമിൽ നമ്മൾ ടാപ്പ് ചെയ്ത് ഡെയിലി റിവാർഡ് ടാസ്ക്, ഡെയിലി സൈപ്പർ കൊടുത്തും ഡെയിലി കോംബോ കാർഡ്സ് കളക്ട് ചെയ്തും മിനി ഗെയിമിലെ പുസിൽ സോൾവ് ചെയ്തും പ്ലേ ഗ്രൗണ്ടിലുള്ള ഗെയിമുകൾ കളിച്ചും ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ ലെവൽ അപ്ഗ്രേഡ് ചെയ്തും ഇതിൽ ഒരുപാട് ഹാംസ്റ്റർ ക്രിപ്റ്റോ കോയിന് നമ്മൾ പ്രോഫിറ്റ് പെർ ഹവറിൽ ഏൺ ചെയ്യുകയും അതോടൊപ്പം ഹാംസ്റ്റർ കോമ്പാക്റ്റിലെ ഹാംസ്റ്റർ കീ ഏൺ ചെയ്തവരും അങ്ങനെ ഇതെല്ലാം ഏൺ ചെയ്തവരുണ്ട് നമ്മളിൽ പലരും. എന്നാൽ ഈ ഹാംസ്റ്റർ ക്രിപ്റ്റോ കോയിന് ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആവാൻ പോവുകയാണ്. Gate.io, ബിനാൻസ്, CoinDCX, OKX, ബൈബിറ്റ്, KuCoin തുടങ്ങിയ ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഹാംസ്റ്റർ കോയിന് സെപ്റ്റംബർ 26-ാം തീയതിക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഹാംസ്റ്റർ കോയിന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലേക്ക് വിഡ്രോ ചെയ്യാനുള്ള പുതിയ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇനി ഹാംസ്റ്റർ കോയിന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലേക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും. കൂടാതെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ടെലഗ്രാമിൽ മുകളിൽ സെർച്ച് ബാറിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് സെർച്ച് ചെയ്ത് അത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ താഴെ കാണുന്ന പ്ലേ എന്ന ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന മൈനിങ് സർവീസ് ബോട്ട് ഇതേപോലെ ഒരു ഇന്റർഫേസിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ ഇത് ഓപ്പൺ ആയി വന്നതിന് ശേഷം ഇതിലിവിടെ താഴെ എയർ ഡ്രോപ്പ് എന്നൊരു ടാബ് ഉണ്ട്. ആ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിലൂടെ പോയിന്റ്സ് എന്ന ഓപ്ഷന് ഇപ്പുറം വിഡ്രോവൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു സമയത്ത് ഇതിൽ ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലും ക്രിപ്റ്റോ വാലറ്റുകളും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ക്രിപ്റ്റോ വാലറ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കരുത്. കാരണം ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഹാംസ്റ്റർ കോയിൻ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോൺ കോയിന് ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഫീ ഇല്ലാതെ ഹാംസ്റ്റർ കോയിന് ഓട്ടോമാറ്റിക്കായിട്ട് വിഡ്രോ ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ തന്നെ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനായി ഞാനിവിടെ ബിനാൻസ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ് ചൂസ് ചെയ്യുന്നത്. വേൾഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ്. അതുകൊണ്ട് ഹാംസ്റ്റർ കോയിന് ബിനാൻസിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഹാംസ്റ്റർ കോയിന് വലിയ രീതിയിലൊരു പ്രൈസ് പമ്പിങ് ഉണ്ടാവും. അന്നേരം ഹാംസ്റ്റർ കോയിനിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായി ഇവിടെ ബിനാൻസ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനു മുമ്പ് നമുക്ക് ബിനാൻസ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനായിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബിനാൻസ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നമ്മുടെ ബിനാൻസ് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം അതിൽ KYC വെരിഫൈ ചെയ്യാണ്ട് അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വിഡ്രോ ഓപ്ഷൻ വന്നാൽ ഇവിടെ ഒരുപാട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും ക്രിപ്റ്റോ വാലറ്റുകളും കാണാം. ഇവിടെ നമുക്ക് ബിനാൻസ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ബിനാൻസ് എക്സ്ചേഞ്ചസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വന്നിട്ട് ഇതിൽ ഡു യു ഹാവ് ആൻ ബിനാൻസ് അക്കൗണ്ട് എന്ന് ചോദിക്കും. അതിൽ താഴെ കാണുന്ന യെസ് ഐ ഹാവ് ഇറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് അഡ്രസ് എന്ന ഭാഗം മെമോ എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ ഈ രണ്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ബിനാൻസ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ബിനാൻസ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിലിവിടെ താഴെ ബാലൻസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മുകളിൽ കാണുന്ന ഡെപ്പോസിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് മുകളിൽ സെർച്ച് ബാറിൽ ഹാംസ്റ്റർ അല്ലെങ്കിൽ HMSTR എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഹാംസ്റ്റർ കോയിൻ ഇവിടെ വരും. അത് ക്ലിക്ക് ചെയ്യുക. അന്നേരം താഴ്ന്നൊരു പോപ്പ് വിൻഡോ വന്നിട്ട് ചൂസ് നെറ്റ്വർക്ക് ടോൺ കോയിൻ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് പോപ്പ് വിൻഡോയിൽ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതേപോലെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഡെപ്പോസിറ്റ് പേജ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കാണാം. അതിൻ്റെ സൈഡിലൊരു കോപ്പി ബട്ടൺ ഉണ്ട്. ആ ഒരു കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ കോപ്പിയായി. ഇനി ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ട് ഇവിടെ ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന ഭാഗത്ത് ലോങ് പ്രസ് ചെയ്തിട്ട് ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിൽ മെമോ എന്ന ഭാഗത്ത് ബിനാൻസിൽ ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് പേജിൽ താഴെ ഹാംസ്റ്റർ മെമോ എന്ന് കാണാം. അതിൻ്റെ സൈഡിൽ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഹാംസ്റ്റർ മെമോ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മെമോ എന്ന ഭാഗത്ത് ആ ഒരു മെമോ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെ സേവ് ആൻഡ് ചൂസ് എന്നൊരു ബട്ടൺ കാണും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിവിടെ സബ്മിറ്റ് ആവില്ല. മുകളിൽ റിക്വസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലോഡ് ആവുന്നത് കാണാൻ സാധിക്കും. പിന്നെ എറർ കാര്യങ്ങളൊക്കെ വരും.
ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈനിങ് സർവീസ് ബോട്ട് ടെലഗ്രാം വാലറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രിപ്റ്റോ വാലറ്റ് ആയിട്ടൊക്കെ നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കണക്ട് ചെയ്യാൻ വേണ്ടി. അതിനിവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. വിഡ്രോവൽ എന്ന ഓപ്ഷനിൽ വന്നിട്ട് താഴെ റീസെറ്റ് വിഡ്രോവൽ ഓപ്ഷൻസ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോപ്പ് വിൻഡോ വന്നിട്ട് ഇവിടെ റീസെറ്റ് ആൻഡ് ചൂസ് അനദർ ഓപ്ഷൻ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന പോപ്പ് വിൻഡോയിൽ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈനിങ് സർവീസ് ബോട്ട് നേരത്തെ കണക്ട് ആയിട്ടുള്ള ക്രിപ്റ്റോ വാലറ്റുകൾ ഡിസ്കണക്ട് ആവുന്നതാണ്. എന്നിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈനിങ് സർവീസ് ബോട്ട് ബാക്ക് അടിച്ചിട്ട് അത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും അത് പ്ലേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹാംസ്റ്റർ കോമ്പാക്റ്റ് മൈനിങ് സർവീസ് ബോട്ട് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ഈ വീഡിയോയിൽ നേരത്തെ ഞാൻ കാണിച്ച് പറഞ്ഞതുപോലെ പോലെ തന്നെ താഴെ എയർ ഡ്രോപ്പ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വിഡ്രോവൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്ന ബിനാൻസ് എക്സ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വന്നിട്ട് ഇതിൽ ഡു യു ഹാവ് ആൻ ബിനാൻസ് അക്കൗണ്ട് എന്ന് ചോദിക്കും. അതിൽ താഴെ കാണുന്ന യെസ് ഐ ഹാവ് ഇറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് അഡ്രസ് എന്ന ഭാഗം മെമോ എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ ഈ രണ്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ബിനാൻസ് എന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു ബിനാൻസ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിലിവിടെ താഴെ വാലറ്റ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മുകളിൽ കാണുന്ന ഡെപ്പോസിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് മുകളിൽ സെർച്ച് ബാറിൽ ഹാംസ്റ്റർ അല്ലെങ്കിൽ HMSTR എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഹാംസ്റ്റർ കോയിൻ ഇവിടെ വരും. അത് ക്ലിക്ക് ചെയ്യുക. അന്നേരം താഴ്ന്ന ഒരു പോപ്പ് വിൻഡോ വന്നിട്ട് ചൂസ് നെറ്റ്വർക്ക് ടോൺ കോയിൻ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് പോപ്പ് വിൻഡോയിൽ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതേപോലെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഡെപ്പോസിറ്റ് പേജ് ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കാണാം. അതിൻ്റെ സൈഡിലൊരു കോപ്പി ബട്ടൺ ഉണ്ട്. ആ ഒരു കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ കോപ്പിയായി. ഇനി ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ട് ഇവിടെ ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എന്ന ഭാഗത്ത് ലോങ് പ്രസ് ചെയ്തിട്ട് ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിൽ മെമോ എന്ന ഭാഗത്ത് ബിനാൻസിൽ ഹാംസ്റ്റർ ഡെപ്പോസിറ്റ് പേജിൽ താഴെ ഹാംസ്റ്റർ മെമോ എന്ന് കാണാം. അതിൻ്റെ സൈഡിൽ ഒരു കോപ്പി ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഹാംസ്റ്റർ മെമോ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് മെമോ എന്ന ഭാഗത്ത് ആ ഒരു മെമോ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെ കാണുന്ന സേവ് ആൻഡ് ചൂസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം മുകളിൽ സക്സസ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരികയും ഇനി ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരികയും വെൽഡൺ അതിൽ എഴുതിയിട്ടുണ്ടാവുകയും താഴെ താങ്ക്സ് എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആ താങ്ക്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ബാക്ക് വന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വിഡ്രോ എന്ന സെക്ഷനിൽ ബിനാൻസ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് സെലക്ട് ആയിട്ട് ഇവിടെ വെരിഫൈ ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. അതായത് നമ്മൾ വിഡ്രോ ചെയ്യാൻ വേണ്ടി കൊടുത്ത ആ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ഇവിടെ സബ്മിറ്റ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഹാംസ്റ്റർ കോയിന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലേക്ക് വിഡ്രോ ചെയ്യുന്നത്. അടുത്തതായി ഈ ഹാംസ്റ്റർ കോയിന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലേക്ക് വന്നാൽ അത് എവിടെ കാണും എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലെ വാലറ്റ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ സ്പോട്ട് എന്ന സെക്ഷനിൽ താഴെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികളൊക്കെ കാണുന്നുണ്ട്. അവിടെ ആയിരിക്കും ഹാംസ്റ്റർ കോയിന് വന്നാൽ കാണാൻ സാധിക്കുക. ഇത് സെപ്റ്റംബർ 26 ഹാംസ്റ്റർ കോയിന് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ അത് വിഡ്രോ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അവിടുന്ന് ഹാംസ്റ്റർ കോയിന് സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് INR ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ വിഡ്രോ ചെയ്ത് എടുക്കാനും സാധിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. അതുകൂടാതെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ എല്ലാ പുതിയ അപ്ഡേറ്റും പെട്ടെന്ന് ലഭിക്കുന്ന ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ടെലഗ്രാം ചാനലുണ്ട്. ആ ഒരു ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ഈ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ പുതിയ അപ്ഡേറ്റും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ ബൈ.